ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡാണ്. ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡിൽ ഏത് സമയത്തും നമ്മുടെ കാർത്തികിന്റെ മേലേക്ക് മുന്തിരിവള്ളി പടർന്നു കയറുന്ന പോലെ കയറാൻ കാത്തിരിക്കുന്ന മൈഥിലി ആ വള്ളികൾ കൊണ്ട് നമ്മുടെ കാർത്തികിനെ അവൾ ചുറ്റി വരിയാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. മാത്രമല്ല 19 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ജയറാമും നന്ദിനിയും തമ്മിൽ ഒരു പ്രേമം അവിടെ മുട്ടിട്ടിരിക്കുകയാണ്. നമ്മുടെ ദേവിയുടെ കരങ്ങൾ രണ്ടും കൂട്ടിപ്പിടിച്ച് ജയറാം ആ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുവാണ്. നമ്മുടെ ദേവിയുടെ കണ്ണുകൾ നാണമാണോ അതോ പരിഭ്രമമാണോ, ആരെങ്കിലും കാണുമോ എന്നുള്ളൊരു പേടിയാണോ, എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പൊ ഇന്നലെ നമ്മൾ കണ്ടതാണ് രാജലക്ഷ്മിയും കൈമളേട്ടനും കൂടെ കനത്ത പോരാണ് അവിടെ. പറയുന്നുണ്ട്, നിന്റെ മനസ്സിലിരിക്കുന്നതൊക്കെ എന്താണെന്ന് എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ രാജലക്ഷ്മിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, എന്നാ പിന്നെ ഗണിച്ചു നോക്കാമെങ്കിൽ ഗണിച്ചു നോക്കിക്കോ, പിന്നെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പോക്കങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് എന്താണ് കൈമലേട്ടൻ വീണ്ടും നന്ദിനിയോട് ചോദിക്കുന്നു, മോൾക്ക് ഇതേപ്പറ്റി എന്തെങ്കിലും അറിയാമായിരുന്നു? ഇല്ല അച്ഛാ, എനിക്ക് ഇതേപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു എന്ന് നന്ദിനി പറയുന്നു. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ മാലതി പറയുന്നുണ്ട്, എനിക്ക് അറിയാമായിരുന്നു, ഞാൻ കേട്ടു, കാർത്തിക് പിന്നെ വല്യേട്ടൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു പറയും. അപ്പം ചോദിക്കാം, അന്നേരം അവനെന്തോ പറഞ്ഞെന്ന് ചോദിക്കുമ്പം വല്യേട്ടൻ ഒന്നും പറഞ്ഞില്ല. വല്യേട്ടനെ നോക്കുന്ന കാര്യത്തിൽ നന്ദിനിയേച്ചിക്ക് എന്തെങ്കിലും അതൃപ്തി തോന്നി കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കുമല്ലോ അത് മനസ്സിലാക്കി കാർത്തികയും അമ്മയും കൂടെ അയാളെ ഇവിടെ വല്യേട്ടനെ നോക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതെന്ന് നമ്മുടെ മാലതി പറയും. അപ്പോഴത്തേനും നമ്മുടെ മുത്തശ്ശന് ദേഷ്യം വന്ന്, ചി നിർത്തടി, ജയറാമിനെ നോക്കുന്നതിൽ നന്ദിനിക്ക് താല്പര്യമില്ലെന്ന് നിന്നോട് ആരാടി പറഞ്ഞെന്ന് ചോദിക്കും. ആരും പറഞ്ഞതൊന്നുമല്ല, എനിക്ക് തോന്നിയതാന്ന് പറയും. അതങ്ങനെ ആയിരിക്കും, അതങ്ങന്നിട്ട് പറയും, ഓ അതങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ എന്നിവള് പറയും. അപ്പോഴത്തേനും പറയും, നിനക്ക് തോന്നുന്നൊക്കെ വിളിച്ചു പറയുമ്പോടി നീ എന്ന് ചോദിക്കും. എന്നിട്ട് ചോദിക്കടി, അല്പം മുമ്പ് വരെ എൻ്റെ മകന്റെ കഷ്ടപ്പാട് മാറാൻ വേണ്ടിയിട്ടും അവനെല്ലാം സുഖമാവാൻ വേണ്ടിയിട്ടും പൂജയും വഴിപാടും ചെയ്ത് വന്നതാ ഈ നിൽക്കുന്ന നന്ദിനി എന്ന് പറയും. അപ്പോഴത്തേനും പറയും, എടി നന്ദിനി ആരാണെന്നും അവൾ എങ്ങനെ ഉള്ള സ്വഭാവക്കാരിയാണെന്നും നിനക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും കിട്ടിയ സമയത്തെല്ലാം ഒരു തട്ട് കൊടുക്കാൻ നിനക്ക് എന്തൊരു ആവേശമാണെന്ന് ചോദിക്കും. അപ്പൊ ഇവളൊന്നും മിണ്ടാതെ നിൽക്കും. ആ സമയത്ത് നന്ദിനി പറയും, അച്ഛ പോട്ടച്ഛ, വിട്ടേരെ അച്ഛ പോട്ടെന്ന് പറയും. അവൻ പറയും, അതൊന്നും പറ്റത്തില്ല, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഉള്ളതെന്ന് പറയും. എന്നിട്ട് പറയും, സ്വന്തം ഭർത്താവിനെ തിരിഞ്ഞു നോക്കാത്തവളാണ് നീ, അവൾ അഭിപ്രായം പറയാൻ വന്നിരിക്കുന്നു. എടി നീയൊക്കെ ഈ നിൽക്കുന്ന നന്ദിനിയുടെ ജീവിതം പാഠപുസ്തകമാക്കണോടി, എന്നിട്ട് ആ ത്യാഗം എന്താണെന്ന് നീ അങ്ങോട്ട് പഠിക്കടി. ഞാൻ മനഃപൂർവ്വമാണ് നിന്നെ അവളെയും തമ്മിൽ എന്താണ് കമ്പയർ ചെയ്തെന്ന് പറഞ്ഞിട്ട് പറയടി, മനഃപൂർവ്വമായിട്ട് ഞാൻ പറഞ്ഞതെന്ന് പറയും. ഇവള് വന്നിരിക്കുന്നു പറയാൻ വേണ്ടിയിട്ട് അഭിപ്രായം, ഇനി മേലെ ഇങ്ങനെയുള്ള അസംബന്ധങ്ങളൊന്നും നീ എന്ത് ചെയ്യലും വിളിച്ച് പറയല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേന് ഇവളിങ്ങനെ നോക്കിയിട്ട് എന്നിട്ട് പറയും, തൃപ്തി ആയല്ലോ, ഒരു ത്യാഗദേവത വന്നിരിക്കുന്നു, ത്യാഗദേവത നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കരുതിയിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഇവളങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് മൈഥിലിയാണ്. അവള് നമ്മുടെ ആ മുത്തശ്ശൻ കൊടുത്ത പണിയിൽ ഇന്നലെ അങ്ങനെ ബോധം കേട്ട് ഉറങ്ങി കിടക്കുവാണല്ലോ. അപ്പൊ എന്താണ് മൈഥിലിയുടെ അടുത്തോട്ട് പോയിട്ട്, ഇതെന്താ ഇവള് ഇങ്ങനെ കിടക്കുന്നത്? മാലതി പറയുവാണ് അടുത്ത് പോയിട്ട്, ഈ തേപ്പുകാരിക്ക് എന്ത് പറ്റി? കാർത്തികിനെ തേച്ചിട്ട് എന്റെ ആങ്ങളുടെ കൂടെ ഇവള് നാട് വിട്ട് എമ്പാടും ഓടി, അവനെയും തേച്ചിട്ട് ഇതാ ഇവിടെ വന്നിരിക്കുകയാണ് ഇവള്. എന്നിട്ട് അവളെ നോക്കുവാണ് ചെയ്യുന്നത്. ഈ കിടപ്പിൽ എന്തോ ഒരു പന്തികേരുണ്ടല്ലോ, കീടനാശിനിയുടെ ആളാ, ഇനി അത് വല്ലതും കഴിച്ച് വടിയായി കിടക്കുവാണോ എന്ന് പറഞ്ഞിട്ട്, എടി മൈഥിലി മൈഥിലി എന്ന് പറഞ്ഞ എന്താണ് പിന്നെ കുലിക്ക് വിളിക്കുമ്പോ ഇവർക്ക് ഒരു അനുഭവം ഇല്ല, അനങ്ങുന്നേ ഇല്ല. അപ്പോഴത്തേനും ദൈവമേ ഇത് പ്രശ്നമാവുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ്, മോനെ കാർത്തിക് എന്ന് വിളിക്കും. മോനെ കാർത്തിക് അങ്ങോട്ട് ഓടി വരും. എന്താ അമ്മായി എന്ന് വെച്ചിട്ട് പറയും, മൈഥിലി കണ്ണ് തുറക്കുന്നില്ല, ഞാൻ എത്ര വിളിച്ചിട്ടോ അവള് കണ്ണ് തുറക്കുന്നില്ല എന്ന് പറയും. അപ്പോഴത്തേക്കും എന്താണ് ഇവ ഓടി വന്നിട്ട് മൈഥിലി എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ മീനാക്ഷിയും പിന്നാലെ ഇങ്ങ് ഓടി വന്നു. എന്നിട്ട് നമ്മുടെ ACP കാണിക്കുന്ന ഒരു ഇതുണ്ട്, നമ്മുടെ മൈഥിലിന്റെ അടുത്ത് അങ്ങോട്ട് ബെഡിൽ ഇരുന്നിട്ട് എന്താണ്, മൈഥിലി എണ്ണിക്ക് എന്ത് പറ്റി? അപ്പോഴത്തേനും ACPയുടെ മുഖത്തെ ആ ഭാവങ്ങളൊക്കെ ഒന്ന് കാണാം. പാവം മീനാക്ഷി ഇതെല്ലാം കണ്ടിട്ട് മീനാക്ഷിക്ക് അങ്ങനെ വിറഞ്ഞു കയറിയിട്ട് എന്താണ് കാർത്തികിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും എന്താണ് പറയാനും വയ്യാത്തൊരു അവസ്ഥയിൽ നിൽക്കുവാണ്. അപ്പോഴത്തേനും ഇവള് എന്താ മൈഥിലി എന്താ ഇങ്ങനെ അങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ എന്താണ് ചെറുതായിട്ട് തുറക്കാൻ നോക്കുന്ന സമയത്ത്
നമ്മുടെ മാലതി എന്താണ് കുറച്ച് വെള്ളം എടുത്ത് അവളുടെ മുഖത്തോട്ടങ്ങ് അടിച്ചു കൊടുക്കും. അപ്പോഴത്തേനും അവളിങ്ങനെ മെല്ലെ കണ്ണു തുറന്നിട്ട് കാർത്തി 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 എനിക്ക് വയ്യ കാർത്തിക്, എനിക്ക് വയ്യ കാർത്തിക്, ഒത്തിരി ഉറങ്ങിപ്പോയി കാർത്തിക്, എനിക്ക് ക്ഷീണമാകുന്നു കാർത്തിക് എന്ന് പറയും. അപ്പോഴത്തേനെ ഇത് കണ്ടിട്ട് നമ്മുടെ മീനാക്ഷിക്ക് അങ്ങ് വിറഞ്ഞു വന്നിരിക്കുക. അന്നേരം പറയും എന്നെ കൊണ്ടുപോയി കാണീര് കാർത്തിക് എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും അവന്റെ മേലോട്ട് അങ്ങ് ചാടി കയറി അങ്ങോട്ട് കയറാൻ വേണ്ടി ഒറ്റയ്ക്കൊന്ന് പുറത്തു പോകാനുള്ള ഒരു പിന്നെ പ്ലാനിങ് ആണ്. എനിക്ക് വയ്യ, എന്നെ ഒന്ന് കൊണ്ട് കാണീരെന്നൊക്കെ ഇവൾ അഭിനയിച്ച് കാണിക്കുന്നത്. അപ്പോഴത്തേനും കാർത്തിക് പറയുക അതെന്താ നമുക്ക് പോവാം മൈഥിലി എണ്ണിക്കെന്ന് പറഞ്ഞ് അങ്ങോട്ട് പിടിക്കാൻ പോയപ്പോഴത്തേനും നമ്മുടെ മീനാക്ഷി പറഞ്ഞേ അതൊന്നും വേണ്ട വേണ്ട വേണ്ട, ഇവിടെ നോക്കാനേ പിന്നെ അച്ഛനെ നോക്കാൻ വന്ന ആളുണ്ട്, അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാവുന്നതാണ്, അദ്ദേഹം വന്നോളൂ എന്ന് പറയും നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കാർത്തിക് പറയാ ശരിയാണല്ലോ, മീനാക്ഷി പോയി റോബിനെ ഇങ്ങനെ വിളിച്ചോണ്ട് വരാൻ പറയും. അപ്പോഴത്തേനും മീനാക്ഷി ഇത് കണ്ടിട്ട് നമ്മുടെ മീനാക്ഷിക്ക് അങ്ങ് വിറഞ്ഞു നിൽക്കുവാണ്. അപ്പം മീനാക്ഷി സ്വയം ചിന്തിക്കുക ഇവളിനി വല്ല മയക്കുമരുന്ന് വല്ല അടിച്ചിട്ടാണോ ഈ കിടന്ന് അഭിനയിച്ച് കാണിക്കുന്നത് എന്നെന്താണ് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പം ഇവള് പറയുവാണ് വീണ്ടും കാർത്തിക് എനിക്ക് വയ്യ കാർത്തിക്, എനിക്ക് വയ്യ കാർത്തിക്, എന്നെ ഒന്ന് കൊണ്ടുപോയി കാണിക്ക് കാർത്തിക്, എനിക്ക് ക്ഷീണമാവുന്നു കാർത്തിക് എന്ന് പറഞ്ഞ അവന്റെ പുറത്തോട്ടങ്ങ് ചായുവാണ് ചെയ്യുന്നത്. അപ്പോഴത്തേനും എന്താണ് എന്നാ വാ ശരി കൊണ്ടുവന്ന് കാണിക്കാന്ന് പറയും. അപ്പോഴത്തേനും അവള് പറയും മീനാക്ഷി പറയും വേണ്ട വേണ്ട വേണ്ട, ഇവിടെ അച്ഛനെ നോക്കാൻ വന്ന ആളുണ്ട്, അയാളെ വിളിക്കാം, അയാൾക്കും ഇതെല്ലാം അറിയാമെന്ന് പറയും, അദ്ദേഹം വന്ന് നോക്കിക്കോളൂ എന്ന് പറയും. അപ്പോഴത്തേനും നമ്മുടെ മാലതി ചോദിക്കുന്നുണ്ട് എടി മൈഥിലിയെ നീ ഇവിടെ എലിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന വല്ല വിഷമെടുത്ത് വല്ല നീ അങ്ങ് വിഴിഞ്ഞോടിയെന്ന് ചോദിക്കും. അപ്പോഴത്തേനും അവൾ ഇങ്ങനെ എന്താണ് മാലതി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുക ചെയ്യുന്നത്. അപ്പോഴത്തേനും ആണെങ്കിൽ പിന്നെ ഇവൻ പറയും കാർത്തിക് പറയും മീനാക്ഷി നീ പോയി ആ റോബിനെ ഇങ്ങനെ വിളിച്ചോണ്ട് വാന്ന് പറയും. എനിക്ക് വയ്യ കാർത്തിക്, വീണ്ടും പറയാം എന്നെ കൊണ്ട് കാണിക്ക് കാർത്തിക് എന്ന് പറഞ്ഞ് തോളിലൂടെ ചായാൻ പോയപ്പോഴത്തേനും നമ്മുടെ മീനാക്ഷി പറയും അമ്മായി ഒന്ന് പോയി എന്താണ് റോബിനെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരാൻ പറയും. അപ്പോഴത്തേനും അവർക്ക് കാര്യം മനസ്സിലായി, കാരണം മീനാക്ഷി ഈ പ്രസൻസിൽ ഇല്ലെങ്കിൽ ഇവൾ അപ്പോഴേ അവന്റെ പിറത്തോട്ട് അങ്ങ് വരിഞ്ഞ് മുറുക്കാൻ വേണ്ടി കാത്തിരിക്കുവാണ്. അപ്പോഴത്തേനും ഇവളെന്താ പിന്നെ മാലതി അങ്ങ് പോയി വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേന് വീണ്ടും ഇവള് കാർത്തിക് എനിക്ക് ദാഹിക്കുന്നു കാർത്തിക്, കാർത്തിക് എനിക്ക് ദാഹിക്കുന്നു കാർത്തിക് എന്ന് പറയും. അപ്പോഴത്തേനും എന്താണ് കാർത്തികിന്റെ പുറത്തോട്ട് ചേർന്ന് ദാഹിക്കുക. അപ്പോഴത്തേനും അവനാണെങ്കിൽ വെള്ളം കൊടുക്കാൻ വേണ്ട 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 ദാഹിക്കുന്നതേ ഉള്ളു നിനക്ക്, ഞാൻ വെള്ളം തരാന്ന് പറഞ്ഞുകൊണ്ട് ഇവള് മീനാക്ഷിയ വെള്ളത്തിന്റെ ജഗ് എടുത്ത് കൊടുക്കും. അപ്പോഴത്തേനും ഇവള് മടമടമടന്ന് എന്താണ് ആ വെള്ളം ഒന്ന് കുടിക്കുവാണ് ചെയ്യുന്നത്. കാർത്തിക് എനിക്ക് വയ്യ കാർത്തിക് എന്ന് പറയും. അപ്പോഴത്തേനും പറയും നിന്റെ അടവൊക്കെ നമ്മുടെ മീനാക്ഷി പറയോ നിന്റെ അടവൊന്നും ചെറുതല്ല, നിന്റെ അടവൊക്കെ വലിയ അടവാണ്, നിന്നെ എൻ്റെ കൈ കിട്ടട്ട് നല്ലതുപോലെ ഞാൻ ശരിയാക്കാന്ന് പറയും. അപ്പോഴത്തേനും റോബിൻ വന്നു കഴിഞ്ഞു. അപ്പം റോബിൻ ചോദിച്ച് എന്ത് പറ്റിയെന്ന് ചോദിച്ചാ അപ്പോഴത്തേനും നമ്മുടെ കാർത്തിക് പറയും അത് ഭയങ്കര ക്ഷീണമെന്ന് പറയും. അപ്പം കണ്ണൊക്കെ പിടിച്ച് നോക്കിയിട്ട് പറയും ഈ മാഡം പിന്നെ നല്ലതുപോലെ ഭക്ഷണം ഒന്നും എന്ത് ചെയ്യുന്നില്ല, കഴിക്കുന്നില്ല, ഈ മാഡത്തിന് വൈറ്റമിൻസ് ഒക്കെ നല്ല കുറവുണ്ട്, അനീമിക് ആയിരിക്കുവാണ്, അതുകൊണ്ടാണ് ഇത്ര ക്ഷീണമെന്ന് പറയും. തൽക്കാലത്തേക്ക് ഇപ്പൊ ഒന്നും വേണ്ട, ക്ഷീണം മാറാൻ വേണ്ടി ജ്യൂസും നല്ല ആഹാരങ്ങളൊക്കെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേനും ഇവൻ പറയുവാണ് കാർത്തിക് പറയുക മീനാക്ഷി ഞാൻ ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പം മൈഥിലീനെ അവിടെ കൊണ്ടിരുത്ത്, അവളെ എങ്ങനെ ഫുഡ് കഴിപ്പിക്കണം എന്നൊക്കെ എനിക്കറിയാം. പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ മീനാക്ഷിക്ക് വിറഞ്ഞ് നിൽക്കുവാണ് എന്ന് പറഞ്ഞിട്ട് SCP അങ്ങ് പോകും. അപ്പോഴത്തേനും ഇവള് പറയാം അടുത്ത് വന്നിട്ട് എടി മൈഥിലി നിന്റെ അടവെല്ലാം എനിക്കറിയാം, ഒന്നും പറ്റിയില്ലെങ്കിൽ ഈ കൈ ഉണ്ടല്ലോ കൈ ഈ കൈ കൊണ്ട് നിന്നെ ഞാനങ്ങ് കൊന്നിരിക്കുമെന്ന് പറയും. നിന്റെ അടവ് എന്ന് പറഞ്ഞിട്ട് അവളും അങ്ങ് പോകും. പിന്നെ കാണിക്കുന്നത് ഡൈനിങ് ടേബിൾ ആണ് കാണിക്കുന്നത്. നമ്മുടെ മീനാക്ഷി ആണെങ്കിൽ ആഹാരം എല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുവാണ് ചെയ്യുന്നത്. ഈ വെച്ചോണ്ടിരുന്നപ്പോൾ ഇവൾ അങ്ങോട്ട് ക്ഷീണമാണ് എന്ന് അഭിനയിച്ച് കാണിച്ചോള് ചാടി കുലുക്കി എണ്ണിട്ട് വന്ന് ഇങ്ങോട്ട് ഇരുന്നിട്ട് ചോദിക്കും വന്നിരിക്കും. എന്നിട്ട് കാർത്തിക് വന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ മീനാക്ഷിക്ക് ദേഷ്യം വരും. കാർത്തിക് ഒന്നും വന്നില്ല, നിനക്ക് വേണമെങ്കിൽ നീ ആഹാരം കഴിച്ചിട്ട് പോകാൻ നോക്ക്, നീ കാർത്തിക് ഉണ്ടെങ്കിൽ ആഹാരം പിന്നെ കഴിക്കത്തോളം എന്ന് ചോദിക്കും. അപ്പോഴത്തേനും ഇവള് മോന്തെ അങ്ങ് വലിച്ചു കെട്ടും. എന്നിട്ട് നിനക്ക് ഞാൻ കാണിച്ചു തരാടി എന്നുള്ള മട്ടിൽ മീനാക്ഷിനെ എന്ത് ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്ന അന്നേരമാണ് ചോദിക്കും ആരെന്ത് വഴി നീ കിടന്ന് കാർത്തിക് എന്ന് വിളിക്കാൻ വേണ്ടി നീ എന്ത് അർത്ഥത്തിലാടി അവനെ കിടന്ന് കാർത്തിക് എന്ന് വിളിക്കുന്നത്? കാർത്തികിനെ നിന്റെ മടിയിട്ടൊന്നും അല്ല പേരിട്ടത്, നീ കാർത്തിക് സാറിന് വിളിച്ചോണമെന്ന് പറയും. അപ്പോഴത്തേനും ഇവളെ മുഖം അങ്ങ് വല്ലാണ്ടായി
ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴത്തേനും നമ്മുടെ എന്താണ് എന്നിട്ട് ഇവള് പറയുന്നുണ്ട്, നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട്, എടി ഞാൻ പറഞ്ഞു കേട്ടില്ലെങ്കിൽ നിനക്ക് ഞാൻ പാൽപായസത്തിൽ പണി തരും എന്ന് പറയും. ഇത് കേട്ടോണ്ടാണ് നമ്മുടെ സാവിത്രി അങ്ങോട്ട് വരുന്നത്. അപ്പൊ സാവിത്രി പറയുന്നുണ്ട്, ഓ ഓസിലുണ്ണി കഴിക്കാൻ റെഡി ആയിട്ട് വന്നല്ലോ എന്ന് ചോദിക്കും. എന്നിട്ട് പറയും, അതെ മീനാക്ഷി, ആ കോഴിക്കാൽ വല്ലതും അവിടെ ഉണ്ടെങ്കിൽ എടുത്ത് അവളുടെ തോളയത്തോട്ട് വെച്ച് അങ്ങ് കൊടുക്ക്. കുറച്ചു കാലം അവള് പട്ടിണിയും പരിവട്ടവും ഒക്കെ ആയിരുന്നല്ലോ. പഴഞ്ചോറ് മൈഥിലി ഇരിക്കുന്നു എന്ന് പറയും. അപ്പോഴത്തേന് ഇവക്ക് ദേഷ്യം വന്നിട്ട് ഇവള് പറയും, ഞാൻ കാർത്തികയുടെ ഗസ്റ്റ് ആണ് കേട്ടോ എന്ന് പറയും. അപ്പോഴത്തേന് നമ്മുടെ സാവിത്രി പറയും, നീ കാർത്തികിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഗോസ്റ്റ് അല്ലല്ലോ എന്ന് പറയും. അപ്പോഴത്തേന് ഇവൾക്ക് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ നോക്കുവായിരുന്നു. അപ്പോഴത്തേന് സാവിത്രി പറയുവാണ് വീണ്ടും, ഇവൾക്ക് ഒരു ഉളുപ്പുമില്ലെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. മുക്കാലും നനഞ്ഞാൽ പിന്നെ മുങ്ങിയാലും തണുക്കില്ല അല്ലേ എന്ന് പറഞ്ഞ് ചിരിക്കുവാണ് ചെയ്യുന്നത്. ഈ സമയമാണ് നമ്മുടെ ACP ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ആ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നപ്പോൾ തന്നെ നമ്മുടെ മീനാക്ഷി കൂട്ടി ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്ത് ACPക്ക്. അപ്പോഴത്തേന് ഇവൻ എന്ത് ചെയ്യുന്ന കുറച്ച് കറിയും ചപ്പാത്തിയും ഒക്കെ എടുത്ത് അവളുടെ പ്ലേറ്റിലോട്ട് വെച്ച് കൊടുത്തിട്ട്, കഴിക്കും മൈഥിലിയുടെ ക്ഷീണമെല്ലാം മാറിയിട്ട് ഈ വീട് സ്വന്തം കണക്കാണ്, എപ്പോൾ വേണമെങ്കിലും വിശന്ന് കഴിഞ്ഞാൽ ആഹാരം എടുത്ത് കഴിക്കണം, ആഹാരം കഴിക്കാതൊന്നും ഇരിക്കരുതെന്നൊക്കെ കുറെ ഉപദേശമൊക്കെ കൊടുക്കുക. ഇത് കേട്ട് സാവിത്രി, എൻ്റെ മോൻ ഇവൻ എന്ത് പറ്റി, ഞാൻ വല്ലോം വിളിച്ച് പറയും കാർത്തിക്, ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ വായടക്കി നിൽക്കുവാണ്, നാണം കെട്ടവരെ, നിന്റെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറയും. അപ്പോഴത്തേന് ഇവളെന്ത് ചെയ്യുക, വീണ്ടും ചോദിക്കുക, കാർത്തിക് ഇന്ന് വർക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ക്രിമിനൽസ് ഒക്കെ ഉണ്ടായിരുന്നോ അടിക്കാൻ വേണ്ടിയിട്ട്, കാർത്തിക് അടിയെ കൊടുത്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവനങ്ങ് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഇവന്റെ വർക്കിനെ പറ്റിയൊക്കെ ഇവള് ചോദിക്കുന്നില്ല. ഒരു ഭാര്യയുടെ എല്ലാ ഇതിനകത്തും വേണ്ടിയിട്ട് ഭർത്താവ് വന്നു കഴിയുമ്പോ ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു വർക്ക് എന്നൊക്കെ ചോദിക്കുന്ന അതേ രീതിയിൽ ചോദിക്കും. നമ്മുടെ പാവം മീനാക്ഷിക്കുട്ടിക്ക് അതിന് സമയമില്ല, കൊച്ചിനെയൊക്കെ നോക്കണമല്ലോ. പക്ഷെ മീനാക്ഷിക്കുട്ടിക്ക് അങ്ങ് സങ്കടവും ദേഷ്യമൊക്കെ വന്നു. അപ്പോഴത്തേന് ഇവളെന്ത് ചെയ്യുക, ഇത് നോക്കിക്കൊണ്ട് എന്നിട്ട് വേഗം കയറി ഇവന്റെ കയ്യിലങ്ങ് പിടിക്കുവാണ് ചെയ്യുന്നത്. കാർത്തിക് ഇന്നേ എന്ന് വെച്ചുകൊണ്ട് പിടിക്കുമ്പോഴത്തേനും മീനാക്ഷി ഇത് കണ്ടിട്ട് മീനാക്ഷി ദേഷ്യം വന്ന് ഇങ്ങനെ രൂക്ഷമായിട്ട്, ഇതെന്തുവാ ഇങ്ങനെ കയറി ഇങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ പിടിക്കുവാണല്ലോ. നോക്കി നിൽക്കുമ്പോഴത്തേനും സാവിത്രി വയ്ക്കും, എടി നിനക്ക് നാണമില്ലയോടി. മീനാക്ഷി എടുത്ത് ചോദിക്കും, എടി നിന്റെ കെട്ടിയവനാടി അത്, എടി കണ്ടവളെ ഇട്ട് അവൻ കണ്ടില്ലയോ, പിടിക്കുന്ന കണ്ടില്ലയോ, നീ പോടി ഇത് ചോദിക്കടി എന്ന് പറയും. അപ്പോഴത്തേനും ഇവളെന്ത് ചെയ്യുന്നറിയാം, ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. അങ്ങോട്ട് വന്നിട്ട് കൈ അങ്ങോട്ട് എടുത്തേന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറി എന്നിട്ട് അവന്റെ അടുത്ത് നിന്നുകൊണ്ട് ഈ കൂട്ടാനൊക്കെ വീണ്ടും മീനാക്ഷി വിളമ്പി കൊടുക്കും. കഴിക്ക് ACP എന്ന് പറഞ്ഞ് എന്താണ് വിളമ്പി കൊടുത്തിട്ട് മീനാക്ഷി ഏറി ഗോളടിക്കുക. ACP ഈ സ്ത്രീയുടെ ഡൈവേഴ്സിന്റെ കാര്യമൊക്കെ എന്തായി എന്ന് ചോദിക്കും. ആ പേപ്പറൊക്കെ ശരിയാക്കിയെന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോഴത്തേനും ഈ സ്ത്രീയുടെ എന്ന് പറഞ്ഞാൽ ഇത് കേട്ടപ്പോഴത്തേനും മൈഥിലിയുടെ മുഖം അങ്ങ് ചുമന്ന് തുടുത്ത് ദേഷ്യം കൊണ്ട് ഇപ്പൊ നമ്മുടെ മീനാക്ഷിനെ വിഴുങ്ങാൻ നിൽക്കുന്ന ഒരു സർപ്പത്തെ പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ചെയ്യുന്നത്. അപ്പോഴത്തേനും അവൻ പറയുന്നുണ്ട്, അതിനെപ്പറ്റിയും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരുന്നത്, വക്കീലിനെ കാണാൻ പോവണം, ഒന്നിച്ച് പോയി എല്ലാ കാര്യങ്ങളും എന്താണ് ഫയൽ ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴത്തേനും ഇവളെന്തോ ചെയ്യുന്നറിയാവും, ഒറ്റ ചാടി തുള്ളി ഭക്ഷണം അവിടെ തള്ളി ഇവള് ചാടി തുള്ളി ഇരുന്നിട്ട് ഇവള് പറയുവാണ്. എന്നിട്ട് മനസ്സ് ചിന്തിക്കുക, ഇവളിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഡൈവേഴ്സിന്റെ കാര്യം. അപ്പൊ ഞാൻ ഇവിടെ ഒരു കാർത്തികിന്റെ മനസ്സിൽ എനിക്കൊരു ഇടം തേരണം എന്ന് പറഞ്ഞിട്ട്, കാർത്തിക് ഞാനും അത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്, നമുക്ക് എന്നാണ് ഡൈവേഴ്സിനുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നോക്കേണ്ടത്, മീനാക്ഷിക്കുട്ടിയെ ലീഗലായിട്ട് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, ഞാൻ തന്നെയല്ലേ ഇന്നും കാർത്തികിന്റെ ഭാര്യയായിട്ട് ഇരിക്കുന്നത് എന്നൊരു കുത്തവിടെ നമ്മുടെ മീനാക്ഷിക്കിട്ട് ഒരു അടി അങ്ങോട്ട് കൊടുക്കുവാണ് ഇവള്. ലീഗലായി ഞാൻ തന്നെയാണ് കാർത്തികിന്റെ ഭാര്യ, ഇപ്പോഴും മീനാക്ഷി ആയിട്ടില്ല, ഭാര്യ ആയിട്ടില്ല. അപ്പൊ ഞാനും അത് ചോദിക്കാനിരിക്കുവാണ്, എന്നാണ് എന്നെ ബന്ധം ഒഴിഞ്ഞിട്ട് അവളെ ലീഗലാക്കുന്നേ എന്ന് ചോദിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു പറഞ്ഞിട്ട് ഒരൊറ്റ കസേര അങ്ങോട്ട് തള്ളിയിട്ട് ഇവളെ എണ്ണിട്ട് അങ്ങ് പോവാ, ഭക്ഷണം അവിടെ ഇട്ടിട്ട്. അപ്പോഴത്തേനും എന്താണെന്നറിയോ, നമ്മുടെ സാവിത്രി പറയാ, എടാ നാണം കെട്ടവനെ, എടാ നിനക്ക് നാണമില്ലാത്തവനെ എന്നൊക്കെ പറയുമ്പോഴത്തേന് ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ച് അവളുമായിട്ട് ഒരു ധാരണയിലെത്തി സമ്മതിപ്പിക്കാനിരുന്നപ്പോഴത്തേനും നിങ്ങൾ ഇതിന്റെ ഇടയിൽ കയറി എന്താണ് പ്രശ്നം ഉണ്ടാക്കിയാണ്. നിങ്ങൾ ഒരു തരത്തിലും നിങ്ങൾ ആരും എന്താകത്തില്ല, മനസ്സിലാക്കത്തുമില്ല, ഇതാകത്തുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ മീനാക്ഷിനെ നേരെ ചാടി കടിച്ചുകൊണ്ട് ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് അവള് പോയ പിന്നാലെ തന്നെ ഒറ്റ പുകങ്ങ് പോയി. ഇവള് പോയതിന്റെ പിന്നാലെ മീനാക്ഷി അതിശയിച്ചിരിക്കും,
ഈ ACP എന്തോ ഇങ്ങനെ കാണിച്ചിട്ട് പോന്നേ എന്നുള്ള, കാരണം തെറ്റുകൾ മൊത്തം കാണിച്ചു കൂട്ടിയിട്ടും ഇവരുടെ തലയിലാണ് എല്ലാ കുറ്റങ്ങളും. അപ്പോഴത്തേനും നമ്മുടെ സാവിത്രി പറയുന്നുണ്ട്, മോളെ നീ ഇങ്ങനെ എന്ത് ചെയ്യരുത്, വിട്ടുകൊടുക്കാൻ പാടില്ല, അവൾ അവനെ തന്ത്രപൂർവ്വം അടിച്ചു മാറ്റിക്കൊണ്ട് പോകും, ഏത് സമയത്തും കാത്തിരിക്കുവാണ് അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്, നീ ഒരു കാരണവശാലും നീ കൺപോള അടയ്ക്കാതെ തന്നെ എന്ത് ചെയ്യണം, കാത്തിരിക്കണം എന്ന് പറയും. നമ്മുടെ നന്ദിനിനെയും ജയറാമിനെയുമാണ് കാണിക്കുന്നത്. നന്ദിനി രാത്രിത്തെ ആഹാരം കൊണ്ട് ജയറാമിന് വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കഞ്ഞി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കുടിക്ക് ജയേട്ടാ. അപ്പൊ എനിക്ക് വേണ്ട നന്ദിനി, എനിക്ക് വിശപ്പില്ല. അയ്യോ അത് പറഞ്ഞാൽ പറ്റത്തില്ല, ഹെൽത്ത് നോക്കേണ്ടതാണ്, അതുകൊണ്ട് ഭക്ഷണം കഴിച്ചു നോക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് നന്ദിനി സ്നേഹപൂർവ്വം കഞ്ഞി വിളമ്പി കൊടുത്തിട്ട് ജയേട്ടന് ഇഷ്ടപ്പെട്ട ചമ്മന്തിയും അച്ചാറും ഉണ്ട്, കുറച്ചും കൂടെ തരട്ടെ എന്ന് പറഞ്ഞ് കുറച്ചും കൂടെ വെച്ചു കൊടുക്കും. അന്നേരം എന്താണ് കുടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പൊ നമ്മുടെ റോബിൻ പറയുന്നുണ്ട്, സത്യത്തിൽ ഇവിടെ ഇങ്ങനെ ഒരാളെ എന്താണ് ആവശ്യമേ ഇല്ലായിരുന്നു, കാരണം മാഡം ആണല്ലോ നന്നായിട്ട് നോക്കുന്നത്, അപ്പൊ എന്റെ ആവശ്യം എന്തായിരുന്നു, ആവശ്യമില്ലായിരുന്നു എന്ന് പറയും. അപ്പോഴത്തേനും നമ്മുടെ നന്ദിനി പറയും, അതല്ല ജയേട്ടൻ രാത്രിയിൽ ഒറ്റയ്ക്കല്ലേ, തനിച്ചല്ലേ, അപ്പം കൂട്ടിൻ്റെ ഒരാള് വേണ്ടേ എന്ന് പറയാം, അതുകൊണ്ടാണ് റോബിനെ വെച്ചത് എന്ന് പറയും. അന്നേരം പറയും, റോബിൻ രാത്രിയിൽ നന്നായിട്ട് നോയിക്കോണേ എന്ന് പറയും. അപ്പൊ ഇതിനെ പറയും, മാഡം പേടിക്കണ്ട, ഞാൻ സാറിന് നന്നായിട്ട് നോയിക്കോളാം എന്ന് പറയും. എന്നിട്ട് കഞ്ഞി കുടിക്കും സാറ്, മാഡം പറയുന്നത് ശരിയാ, ഹെൽത്തൊക്കെ നോക്കേണ്ട കാര്യമല്ലേ, കഞ്ഞി കുടിക്കും. വേണ്ട നന്ദിനി, വേണ്ട ദേവി, എനിക്ക് വേണ്ട, കഞ്ഞി മതി എന്ന് പറയും. അല്ല ജേട്ടന് ഇഷ്ടപ്പെട്ട ചമ്മന്തിയും കൂടെ തരാം കുടിക്കാൻ പറഞ്ഞു കൊടുത്തിട്ട്, അപ്പോഴത്തേനും ഇനി മതി ദേവി, എനിക്ക് ഇനി കഴിക്കാൻ പറ്റില്ല എന്ന് പറയും. എന്നിട്ട് കഞ്ഞി കുടിച്ചിട്ട് പാത്രം കയ്യിൽ കൊടുത്തിട്ട് എണ്ണിക്കാൻ പോകുമ്പോഴത്തേക്കും, അയ്യോ വേണ്ട 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 ജേട്ട എണ്ണിക്കണ്ട എന്ന് പറഞ്ഞു പോയി എന്താണ് വെള്ളം എടുത്തോണ്ട് വന്ന് കയ്യും കഴുകി കൊടുത്ത് വായും തുടച്ചു കൊടുത്തിട്ട് ടവലും എടുത്ത് എന്താണ് മുഖമൊക്കെ തുടച്ചു കൊടുക്കുമ്പോൾ ജയറാമങ്ങ് നന്ദിനിയെ തന്നെ പ്രേമാതുരമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ഇത്രയും നല്ല ഭാര്യയാണല്ലോ, വഞ്ചിച്ചിട്ട് ഞാൻ എന്താ ഇത് പൊയ്ക്കളഞ്ഞെന്നുള്ള ഭാവത്തിൽ. അപ്പൊ ഇത് റോബിൻ പറയുന്നുണ്ട്, ഈ മാഡം മതി സാറിനെ നോക്കാൻ വേണ്ടിയിട്ടെന്ന് പറയും. അതാ ഞാനും പറയുന്നത്, പിന്നെ റോബിനെ പോലെ ഒരാളെ ഇവിടെ ആവശ്യമേ ഇല്ലായിരുന്നു എന്ന് ജയറാം പറയും. അപ്പോഴത്തേന് ഇവള് പറയും, ജയേട്ട റോബിനെ വഴക്കൊന്നും പറയണ്ട, രാത്രിത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ എന്ന് പറയും. എന്നിട്ട് എന്താണ് ഈ കഞ്ഞിപ്പാത്രം എടുത്തിട്ട് അങ്ങ് പോകുമ്പോഴത്തേനും ജയറാം വിളിക്കുവാണ്, ദേവി എന്ന് വിളിക്കും. ഓ എന്താ ചോദിക്കും. കുറച്ചു നേരവും കൂടെ എൻ്റെ അരിയിൽ ഇരുന്നിട്ട് പോവോ എന്ന് ചോദിക്കും. അപ്പോഴത്തേനും ദേവി എന്താണ് അടുത്തോട്ട് വരുമ്പം ഈ റോബിൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഒരു ചമ്മല് നന്ദിനിക്ക്. അപ്പോഴത്തേനും എന്താണ് ജയറാം അത് മനസ്സിലാക്കിയിട്ട് പറയും, നിങ്ങളൊന്ന് പുറത്തോട്ട് പോവോന്ന് ചോദിക്കും. അതിനെന്താ സാർ എന്ന് പറഞ്ഞ് റോബിൻ അങ്ങ് പുറത്തിറങ്ങിപ്പോവും. അപ്പോൾ നന്ദിനി അടുത്ത് വന്ന് ചോദിക്കും, എന്താ ജയേട്ടാന്ന് ചോദിക്കും. ഒന്നുമില്ല, ദേവി ഇവിടെ ഇരിക്കുവോ, എൻ്റെ അരികിലിരിക്കുമോ എന്ന് ചോദിക്കും. അപ്പൊ എന്താണ് അവളുടെ കൈ പിടിച്ച് അരികിലോട്ട് ചേർത്തിരുത്തിയിട്ട് ആ രണ്ട് കൈകളും പിടിച്ചിട്ട്, ഞാൻ എത്ര നാളായി എൻ്റെ ദേവിയുടെ അടുക്കലൊന്ന് ഇരുന്നിട്ട്, ദേവി ഒന്ന് ഞാൻ തൊട്ടിട്ട് എത്ര നാളായി എന്ന് പറഞ്ഞ് ആ രണ്ട് കൈകളും ഇങ്ങനെ ചേർത്തിങ്ങനെ പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുവാണ്. അതാണ് ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡ്. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.